നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സവോള, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ 2 തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. പാത്രം വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ സവോള ഇട്ട് കൊടുക്കാം. ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് കണ്ടില്ല, 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കണ്ടില്ല, നമ്മുടെ സവോള ചെറുങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടോട്ടാം. ഇതിൻ്റെ പച്ചക്കുത്ത് മാറി വരട്ടെ, എന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കണ്ടില്ല, നമ്മൾ സവോളൻ്റെ നന്നായിട്ട് സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇല്ല, നമ്മുടെ തക്കാളിത്തെ വെള്ളമെല്ലാം വറ്റിയിട്ട് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ഈ മസാല എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. ചിക്കനിലുള്ള വെള്ളമെല്ലാം പുറത്തേക്ക് തെളിഞ്ഞ് വരട്ടെ. കണ്ടില്ലേ, നമ്മൾ ചിക്കനത്തെ വെള്ളമെല്ലാം ചെറുങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് മിക്സാക്കിയിട്ട് മൂടി വെക്കാം. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കറിക്ക്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് സർവ് ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ടുണ്ട്.